പ്രേമ, ഈ റഷ്യ ഉക്രൈൻ യുദ്ധം ഇപ്പം നടക്കുകയാണല്ലോ. അപ്പോൾ ഈ യുദ്ധം കുറേ നാളുകളായിട്ട് നടക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ഈ റഷ്യയിലെ പെട്രോൾ റിഫൈനറികളിൽ ഉക്രൈൻ ആക്രമണം അഴിച്ചുവിട്ടു. ഇതിങ്ങനെ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ ഇന്ത്യ ഇടപെട്ടു എന്നൊരു വാർത്തയുണ്ട്. ഇന്ത്യ ഇടപെട്ടു. അത് ഈ രണ്ട് രാജ്യങ്ങൾക്കും പ്രയോജനകരമായി തീരുന്ന രീതിയിൽ ആ കാര്യം ചെന്നെത്തി എന്നും പറയുന്നുണ്ട്. അതൊന്ന് പറയാം. ഉക്രൈനും റഷ്യയും തമ്മിൽ ആയുധം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം റഷ്യക്കാണ് കൂടുതൽ. റഷ്യയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഉക്രൈന് സാധിക്കില്ല. അപ്പോൾ ആയുധം കൊണ്ട് റഷ്യയെ തീർക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ഉക്രൈൻ ഒരു ബുദ്ധി പ്രയോഗിച്ചു. സാമ്പത്തികമായിട്ട് റഷ്യയെ തകർക്കുക. ഇപ്പോൾ റഷ്യയ്ക്ക് ഏറ്റവും വലിയ സാമ്പത്തിക ആനുകൂല്യം കിട്ടുന്ന രണ്ട് മാർഗങ്ങളിലൂടെ, ഒന്ന് ആയുധ കച്ചവടം, മറ്റൊന്ന് പെട്രോളിയം, ക്രൂഡ് ഓയിൽ വിൽപ്പന. അപ്പോൾ റഷ്യയെ സംബന്ധിച്ച് അവരുടെ നിരവധിയായ റിഫൈനറികൾ അവരുടെ ഈ അതിർത്തി മേഖലയിൽ, റഷ്യ ഉക്രൈൻ അതിർത്തി മേഖലയിലുണ്ട്. ഇതുകൂടാതെ അത് 2-3 ഉള്ളൂ. പിന്നെ അതിർത്തി കടന്ന് അങ്ങ് ഉള്ളിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിരവധിയായ റിഫൈനറികൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ റഷ്യയുടെ ഈ എണ്ണ വിൽപ്പന തടസ്സപ്പെടുത്തിയാൽ അതുകൊണ്ട് പല നേട്ടങ്ങളും ഉക്രൈനുണ്ട്. ഒന്നാമത്തെ നേട്ടം, റഷ്യയെ സാമ്പത്തികമായിട്ട് വരിഞ്ഞു മുറുക്കാം. വരുമാനമില്ല. അപ്പോൾ റഷ്യ അവർക്ക് യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം മുടക്കാനായിട്ട് പറ്റില്ല. 2, യുദ്ധ ആവശ്യങ്ങൾക്ക് വരുന്ന വിമാനങ്ങൾ, ടാങ്കുകൾ, വാഹനങ്ങൾ, കവചിത വാഹനങ്ങൾക്കൊക്കെ ഇന്ധനം വേണമല്ലോ. അപ്പോൾ ഈ റിഫൈനറി ആക്രമിക്കപ്പെട്ടാൽ അങ്ങനൊരു പ്രശ്നം. കൂടാതെ ആ രാജ്യത്തിനകത്ത് വലിയ അസ്വസ്ഥത ഉണ്ടാകും. കാര്യം ഇന്ധന പ്രതിസന്ധി ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അവർ ബുദ്ധിപരമായിട്ട് റഷ്യയുടെ ഈ റിഫൈനറികൾ ആക്രമിച്ചു. ഏതാണ്ട് 38 റിഫൈനറികൾക്ക് നേരെയാണ് ആക്രമണം വന്നത്. അതിൽ 21 ഭാഗികമായോ പൂർണ്ണമായിട്ടോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ഉറപ്പല്ലേ? ഈ 21 ഭാഗികമായോ പൂർണ്ണമായോ തകർക്കപ്പെട്ടതിൽ പലതും ഇപ്പോഴും ഈ ദിവസവും കത്തിക്കൊണ്ടിരിക്കുന്നല്ല, തീയൊക്കെ അണച്ചിട്ടുണ്ടാകും. അത് പഴയ നിലയിലേക്ക് ആയിട്ടില്ല. അപ്പോൾ ഇതുകൊണ്ട് മാത്രം റഷ്യക്ക്, ഈ അപകടങ്ങൾ സംഭവിച്ചുകൊണ്ട് മാത്രം റഷ്യക്ക് ശതകോടികളുടെ നഷ്ടമുണ്ടായി. കൂടാതെ വരുമാന നഷ്ടം വേറെ. ഈ ക്രൂഡ് ഓയിൽ കയറ്റി അയക്കണമല്ലോ. അപ്പോൾ ആത്യന്തികമായിട്ട് റഷ്യക്ക് പിടിച്ചു നിൽക്കുക വളരെ പ്രയാസം. രാജ്യത്ത് പണപ്പെരുപ്പം കൂടി. ഈ സ്വന്തം രാജ്യത്ത് ഉൽപ്പാദനമുള്ള പെട്രോൾ, ഡീസൽ ഉൽപ്പന്നങ്ങൾക്ക് വലിയ ക്ഷാമം ഉണ്ടായി. അതിന് വില കുതിച്ചു കയറി. അതിൻ്റെ ഭാഗമായിട്ട് പണപ്പെരുപ്പം കൂടി. പണപ്പെരുപ്പം കൂടി എന്ന് വെച്ചാൽ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിച്ചു. 13% വരെ പണപ്പെരുപ്പം ഉണ്ടായി എന്ന് പറയുന്നു. 13% എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം 100 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനം ഇത്തവണ 113 രൂപയായി. 13% വർധനം ഉണ്ടായി എന്നാണ് 13% എന്ന് പറയുന്നത്. അങ്ങനെ അവിടുത്തെ സെൻട്രൽ ബാങ്ക്, റഷ്യയിലെ സെൻട്രൽ ബാങ്ക് ഈ പണപ്പെരുപ്പം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെ അവിടുത്തെ സെൻട്രൽ ബാങ്ക് ഈ പണപ്പെരുപ്പം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പലിശ നിരക്ക് 21% കൂട്ടി. ഇപ്പോൾ ഇന്ത്യയിൽ പോലും ഏതാണ്ട് 6%-7% കണ്ടെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവിടെ അപ്പോൾ 21% എന്നൊക്കെ പറയുമ്പോൾ വായ്പയ്ക്കും നിക്ഷേപത്തിനും ആ പലിശ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് ആനുപാതികമായ പലിശ ഉണ്ടാകും. അപ്പോൾ അത്രയ്ക്ക് വലിയ, അതായത് അത്രയ്ക്ക് വലിയ എന്താ പറയുക, പലിശ ഭാരം ജനങ്ങളിലേക്ക് വരുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത്ര കടുത്ത സാമ്പത്തിക നടപടികളിലേക്കൊക്കെ റഷ്യക്ക് കടക്കേണ്ടി വന്നു. അപ്പോൾ ഇതെല്ലാം സൃഷ്ടിച്ചു വെച്ച പരിപാടി, ഈ റിഫൈനറികൾ ആക്രമിക്കുന്നതിലൂടെ ഉക്രൈൻ ഉദ്ദേശിച്ചത് അത് അവർക്ക് വിജയിക്കുകയും ചെയ്തു. പിന്നെ ആത്യന്തികമായിട്ട് റഷ്യയെ നാണം കെടുത്തുക എന്നുള്ളൊരു പരിപാടി കൂടി ഉണ്ടായിരുന്നു. കാര്യം ഈ അതിർത്തിയിലുള്ള ചില റിഫൈനറികൾ ഒഴിച്ചാൽ ബാക്കി റിഫൈനറികളെല്ലാം ആയിരക്കണക്കിന് കിലോമീറ്റർ ഉള്ളിലുള്ളതാണ്. അപ്പോൾ ഇവർ ഉക്രൈൻ ഉപയോഗിച്ച ദീർഘദൂര ഡ്രോണുകൾ അയച്ചാണ് ആക്രമണം നടത്തിയത്. ഈ ഡ്രോണുകളെ റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തടയാൻ പറ്റിയില്ല. ഇപ്പോൾ ഇന്ത്യ അടക്കം റഷ്യയുടെ S-400, S-500 ഒക്കെ വാങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെയൊക്കെ അടക്കം നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് ഉക്രൈൻ ഈ ആക്രമണ പദ്ധതി നടപ്പിലാക്കിയത്. പിന്നെ അതിർത്തിയിലുള്ള ചില മേഖലകളിലേക്ക് അവർ ചില ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളും ഒക്കെ അയച്ചിരുന്നു. അതുമൊക്കെ പലതും ഫലം കാണുകയും ചെയ്തു. അപ്പോൾ റഷ്യയെ സംബന്ധിച്ച് അവർക്ക് ഈ യുദ്ധത്തിൽ തുടരുന്നതിനോടൊപ്പം തന്നെ ആ വിശാലമായ രാജ്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു സാധ്യത വേണമായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഇന്ത്യ അവിടെ എത്തുകയാണ്. ഇപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച റിഫൈനറി സിസ്റ്റമുള്ള ഏക രാജ്യം ഇപ്പോൾ ഇന്ത്യയാണ്. ഇന്ത്യക്ക് സ്വന്തമായിട്ട് ക്രൂഡ് ഓയിൽ ഇല്ല. പക്ഷേ കിട്ടുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിക്കാനുള്ള സംവിധാനം ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇതുകൂടാതെ ഈ അവസരം മുതലാക്കി ഇപ്പോൾ അന്താരാഷ്ട്ര ഉപരോധമൊക്കെ വന്നപ്പോൾ
റഷ്യയുടെ ക്രൂഡ് ഓയിലിൻ്റെ വില അതാർക്കും വേണ്ട. ഇപ്പോൾ റഷ്യ ഇപ്പോൾ പരമാവധി വില കുറച്ച് കൊടുത്തിട്ടും വാങ്ങാൻ ആളില്ല ഭയന്ന്. ഇപ്പോൾ ഇന്ത്യ സധൈര്യം അങ്ങോട്ട് ചെല്ലുകയാണ്. അതിന് കാരണം നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം പോലും അതിന് കാരണമാണ്. അതെ, ചരിത്രപരമായിട്ട് ഇന്ത്യ റഷ്യ സൗഹൃദമുണ്ട്. കൂടാതെ ഈ രണ്ട് നേതാക്കന്മാരാണ് ഇപ്പോൾ രണ്ട് രാജ്യത്തിന്റെ തലവന്മാരായിട്ടുള്ളത്. അപ്പോൾ അവർ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധവും നിർണായകമായി. ഇപ്പോൾ ഇന്ത്യ ആ ഒരു ഘട്ടത്തിലേക്ക് വന്നിട്ട് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ പുല്ലുവില കൊടുത്തുകൊണ്ട് റഷ്യൻ ക്രൂഡ് ഓയിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ ഏതാണ്ട് $95 വരെ ക്രൂഡ് ഓയിലിന് വിലയുള്ളപ്പോൾ ഇന്ത്യക്ക് റഷ്യ $30 മുതൽ $35 വരെ ഡിസ്കൗണ്ടിൽ ക്രൂഡ് ഓയിൽ തരാൻ തുടങ്ങി. നല്ല ഡിസ്കൗണ്ടിൽ. അതായത് ഇവിടെ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇവിടെ വന്നപ്പോൾ ഇവിടെ അതിൻ്റെ വില $50. അപ്പോൾ നമ്മളിത് ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിക്കാൻ തുടങ്ങി. സംസ്കരിച്ചിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് റഷ്യ നമ്മുടെ കയ്യിൽ നിന്ന് പെട്രോൾ വാങ്ങി. അതെ, അപ്പോൾ ഇവിടെ നിന്ന് പെട്രോളും ഡീസലും അതുമാത്രമല്ല വിമാന ഇന്ധനവും ഇവിടുന്ന് ധാരാളമായി അവിടുന്ന് ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് ഇവിടെ സംസ്കരിച്ച് അങ്ങോട്ട് തന്നെ കൊടുക്കുന്നു. ഇനി രസകരമായൊരു സംഗതി കൂടി പറയാം. റഷ്യൻ ക്രൂഡ് ഓയിലിൻ്റെ വിലക്ക് ഏർപ്പെടുത്തിയത് അമേരിക്കയാണ്. റഷ്യയുടെ ബദ്ധശത്രുവാണ് അമേരിക്ക. പക്ഷേ റഷ്യൻ ക്രൂഡ് ഓയിൽ സംസ്കരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് ഇന്ത്യ വഴി എത്തിയിട്ടുമുണ്ട്. അതായത് ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ഇപ്പോൾ ഏത് രാജ്യത്തുനിന്ന് ക്രൂഡ് ഓയിൽ കൊണ്ടുവന്നാലും അത് മറ്റൊരു രാജ്യത്ത് സംസ്കരിച്ചാൽ ഈ കയറ്റുമതി ഇറക്കുമതി ഇതിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്ന സംഗതിയുണ്ട്. അത് ആ പ്രോസസ്സ് ചെയ്ത രാജ്യമായിട്ടത് മാറും. ഇപ്പോൾ UAE-യിൽ നിന്ന് ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ സംസ്കരിച്ചിട്ട് നമ്മൾ ബംഗ്ലാദേശിന് വിൽക്കുന്നു എന്ന് കരുതുക. അപ്പോൾ ആ പെട്രോളിയം ഉൽപ്പന്നത്തിൻ്റെ ഉടമസ്ഥാവകാശം ഇന്ത്യക്കാണ്. അത് അന്താരാഷ്ട്ര നിയമപ്രകാരം അതാണ്. അപ്പോൾ ആ ഒരു സാധ്യത ഉപയോഗിച്ച് റഷ്യൻ ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ സംസ്കരിച്ചിട്ട് നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അമേരിക്ക പോലും വാങ്ങിയിട്ടുണ്ട്. അതിനൊരു പേര് പറയും, അതായത് വാക്വം ഗ്യാസ് ഓയിൽ എന്നാണ് പറയുക. അതായത് ഇതിൽ നിന്നാണ് പെട്രോളും ഡീസലും വേർതിരിച്ചെടുക്കുക. പിന്നെ ജെറ്റ് ഫ്യൂവലും വിമാന ഇന്ധനം അടക്കമുള്ളവ അമേരിക്കയിലേക്ക് വ്യാപകമായിട്ട് കയറ്റി അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് അവസരത്തിന് ഉയർന്നത് റിലയൻസും നമ്മുടെ നയറ എന്ന് പറയുന്ന കമ്പനിയാണ്. റിലയൻസ്, അതെ, നയറ എന്ന് പറയുന്നത് ഒരു റഷ്യൻ കമ്പനി തന്നെയാണ്. അവരുടെ റോസ്നെഫ്റ്റ് എന്ന് പറയുന്ന പൊതുമേഖല എണ്ണ കമ്പനിയാണ് നയറയുടെ 49% ഓഹരി കൈവശം വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ രണ്ട് കമ്പനികളും ഇവിടെ വന്നു ചെയ്തു. ഇപ്പോൾ ഈ ഇന്ത്യയും റഷ്യയും ഈ സമയത്തെടുത്തൊരു നിലപാട് അവരുടെ സ്ട്രാറ്റജിക് അലയൻസ്, തന്ത്രപരമായ സഖ്യം, അതാണ് അതിനെ വിശേഷിപ്പിക്കുക. കാരണം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്ന റഷ്യയുമായിട്ട് സഹകരിക്കും. പക്ഷേ അതിനെ അവഗണിച്ചുകൊണ്ടാണ് ഒരു തന്ത്രപരമായ ഒരു സഖ്യം എന്ന നിലയിൽ ഇന്ത്യ റഷ്യക്ക് കൈകൊടുത്തത്, ഈ നിർണായക ഘട്ടത്തിൽ അവരുടെ കൂടെ നിന്നത്. അതുകൊണ്ട് രണ്ടുപേർക്ക് ലാഭമുണ്ടായി. കൃത്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈ റഷ്യൻ ക്രൂഡ് ഓയിൽ കൊണ്ടുവന്നത് വഴി പ്രതിദിനം ഏതാണ്ട് ഈ നമ്മുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ഏതാണ്ട് 1.05 ലക്ഷം കോടി രൂപയുടെ ലാഭം നമുക്ക് ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്, ഇത്രയും ഡിസ്കൗണ്ടിൽ കിട്ടിയത് കൊണ്ട്. പിന്നെ കഴിഞ്ഞ ജൂൺ 17 വരെ അതായത് മറ്റേ ഇറാൻ അമേരിക്ക സംഘർഷം നടന്നപ്പോൾ ഈ റഷ്യൻ ക്രൂഡ് ഓയിൽ നേരത്തെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ പ്രത്യേക സാഹചര്യം പറഞ്ഞ് അമേരിക്ക വിലക്ക് പിൻവലിച്ചിരുന്നു. പക്ഷേ അത് ആ ജൂൺ 17 ശേഷം അവസാനിപ്പിച്ചു. പക്ഷേ എന്നിട്ടും ഇന്ത്യ ഇപ്പോഴും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നു. നേരത്തെ പ്രതിദിനം 27 ലക്ഷം ബാരൽ ആയിരുന്നു നമ്മൾ റഷ്യയിൽ നിന്ന് പരമാവധി കൊണ്ടുവന്നത്. ഇപ്പോൾ അത് 26 ലക്ഷം ബാരലായിട്ട് ഇപ്പോഴും ഉണ്ട്. വലിയ രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. ഈ ഉക്രൈൻ റഷ്യ സംഘർഷം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് പ്രതിദിനം 49 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഇന്ത്യയുടെ പ്രതിദിന ആവശ്യം. ആ ഉക്രൈൻ റഷ്യ സംഘർഷം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ 49 ലക്ഷം ബാരലിൽ വെറും 1% മാത്രമായിരുന്നു റഷ്യയിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ബാക്കിയൊക്കെ നമ്മൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നായിരുന്നു. പക്ഷേ യുദ്ധം തുടങ്ങി റഷ്യ ഈ ഒരു ആപത്തിൽപ്പെട്ടപ്പോൾ നമ്മുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 50%-ലധികവും റഷ്യൻ ക്രൂഡ് ഓയിലായിട്ട് മാറി. അപ്പോൾ പ്രതിദിനം 27 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കളിയൊന്നുമല്ല. സ്റ്റോർ ചെയ്യുന്നില്ലല്ലോ, നമ്മളിവിടെ പ്രോസസ് ചെയ്ത് അപ്പം തന്നെ അങ്ങ് കൊടുക്കുകയല്ലേ, സ്റ്റോർ ചെയ്യുന്ന പരിപാടിയില്ല. കുറച്ച് നമുക്ക് അതുകൊണ്ടുള്ള സാമ്പത്തിക നേട്ടമുണ്ട്. അതാണ് പറഞ്ഞത്, വില കുറഞ്ഞ ക്രൂഡ് ഓയിൽ ഇവിടെ വന്നു, നമുക്ക് അതുകൊണ്ടുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടായി. അതെ, ഈ പറയുന്ന ക്രൂഡ് ഓയിൽ പ്രോസസ്സ് ചെയ്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളായിട്ട് നമ്മൾ റഷ്യക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, കസാക്കിസ്ഥാനിൽ നിന്നും
റഷ്യ ഈ ഒരവസരത്തിൽ വാങ്ങി. ഇപ്പോഴും റഷ്യ ആ യുദ്ധക്കെടുതികളിൽ നിന്നല്ലെങ്കിൽ അവരുടെ റിഫൈനറികൾ പൂർണ്ണ പ്രവർത്തന സജ്ജമായിട്ടില്ല. ഇപ്പോഴും ഈ പരിപാടി ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോൾ പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ റഷ്യക്ക് ഈ ഉപരോധം നേരിടുന്ന സമയമായതുകൊണ്ട് ഇന്ത്യക്ക് നേരിട്ട് അവർക്ക് ഇടപാട് നടത്താനായിട്ട് അനുമതി ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഈ ക്രൂഡ് ഓയിൽ ഇവിടെ കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര ഏജൻസികൾ വഴിയാണ്, ഇടനിലക്കാരുണ്ട്, മിഡിൽ ഏജൻസ് ഉണ്ട്, അവർ വഴിയാണ് കൊടുത്തത്. പിന്നെ ഈ കൺട്രി ഓഫ് ഒറിജിൻ എന്ന് പറയുന്ന നിയമത്തിൻ്റെ വ്യവസ്ഥ നമ്മളിവിടെ കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇന്ത്യൻ ഉൽപ്പന്നമാണ്. അപ്പോൾ ആ ഒരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ സംഗതി അമേരിക്കയിലോട്ട് പോലും പോയത് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. അപ്പോൾ റഷ്യയിലോട്ട് ഏതാണ്ട് 60,000 മെട്രിക് ടൺ പെട്രോളാണ് കയറ്റി അയച്ചതെന്നാണ് കണക്ക്. 60,000 മെട്രിക് ടൺ. റഷ്യക്ക് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ നിന്നൊരു പെട്രോളിയം ഉൽപ്പന്നങ്ങൾ റഷ്യയിലായിട്ട്, അതായത് മരുഭൂമിയിലോട്ട് മണ്ണ് കയറ്റി അയക്കുക എന്ന് പറയുന്നുള്ള ഏർപ്പാടാണ് നടന്നത്. സാധാരണ നമ്മൾ ഇങ്ങോട്ട് വാങ്ങുകയല്ലേ. അതെ. ഏതായാലും നിലവിൽ ഈ കാര്യത്തിൽ വളരെ ആശാവഹമായ പുരോഗതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കാര്യത്തിൽ രണ്ട് നേതാക്കളും എടുത്തിരിക്കുന്ന സമീപനവും വളരെ ഇതിൽ പ്രസക്തമായ സംഗതിയാണ്. കാരണം ഈ ഒരു ഘട്ടമുണ്ടായപ്പോൾ അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിൻ്റെ വലിയ സമ്മർദ്ദം ഇന്ത്യക്ക് മേലുണ്ടായിരുന്നു. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പല രീതി ആക്ഷേപിക്കുക കൂടെ ചെയ്തു. ഉക്രൈനിൽ പൊലിയുന്ന ചോരയുടെ ഉത്തരവാദിത്വം ഇന്ത്യക്കാണ്. ഇന്ത്യ ബ്ലഡ് മണിയാണ് കൊടുക്കുന്നത്. കാര്യം ഇവിടെ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ചിട്ടാണ് അവിടെ അവർ യുദ്ധം നടത്തുന്നതെന്നാണ് അവർ വാദിച്ചത്. എന്നിട്ട് പോലും നമ്മൾ ആ ഒരു എന്താ പറയുക ആ ഒരു എന്താ പറയുക നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കി അതിൽ വീണില്ല. അപ്പം നമ്മൾ ആ കാര്യത്തിൽ തന്ത്രപരമായ സമീപനം എടുത്തിട്ട് പറഞ്ഞു, നമുക്കിവിടെ ഏതാണ്ട് 150 കോടി വരുന്ന ജനസമൂഹമുണ്ട്, നമുക്ക് ക്രൂഡ് ഓയിൽ എവിടെന്നെങ്കിലും കിട്ടിയേ പറ്റും. അപ്പം നമ്മുടെ ഊർജ്ജ താല്പര്യം നമുക്ക് സംരക്ഷിച്ചേ പറ്റൂ. അപ്പോൾ ആ കാര്യത്തിൽ മറ്റാൾ ഇടപെടുന്ന അനുവദിക്കില്ല. അത് നമ്മുടെ പരമാധികാരത്തിൻ്റെ പ്രശ്നമാണ്. പിന്നെ ഈ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം തീരുമാനിക്കാനുള്ള അവകാശം ഇന്ത്യക്കാണെന്നുള്ള ശക്തമായ നിലപാടെടുത്തു. തൊട്ടു പിന്നാലെ വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വന്നിട്ട് പറയുകയാണ്, ഇന്ത്യയുടെ വിശ്വസ്തരായ ഊർജ്ജദാതാക്കൾ ഞങ്ങളാണ്, ഇന്ത്യ എത്ര ആഗ്രഹിക്കുന്നോ അത് ഞങ്ങൾ തന്നിരിക്കും എന്ന രീതിയിൽ നിലപാടെടുത്തു. കൂടാതെ ഒരു വാചകം കൂടി പുടിൻ പറഞ്ഞു, ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യത്തിൽ സമ്മർദ്ദത്തിലാക്കാൻ ആരെങ്കിലും നോക്കിയാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് പറഞ്ഞത് മോദി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും, പറഞ്ഞിട്ട് പോയത് പുടിനാണ്. അതെ അതെ. അപ്പൊ ആ രീതിയിൽ രണ്ട് നേതാക്കൾ തമ്മിലുള്ള മാനസിക ഐക്യവും പിന്നെ പരമ്പരാഗതമായി ഉണ്ടായ ഇന്ത്യ റഷ്യ ഒരു ചരിത്രപരമായ ബന്ധവും ഈ കാര്യത്തിൽ രണ്ടു കൂട്ടർക്കും, കാര്യം ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ ആവശ്യമുണ്ട്, റഷ്യയ്ക്ക് അത് പ്രോസസ്സ് ചെയ്യേണ്ട ആവശ്യം. അപ്പോൾ രണ്ട് കൂട്ടർക്ക് ആവശ്യമുള്ള ഘട്ടത്തിൽ പരസ്പരം സഹകരിക്കാൻ രണ്ട് രാജ്യങ്ങളും തയ്യാറായി. അതുകൊണ്ടുള്ള ഗുണം രണ്ട് രാജ്യങ്ങൾക്കും ആ സമയത്ത് കിട്ടുകയും ചെയ്തു.